ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. ഹിമാചൽ പ്രദേശിൽ നിന്ന് രാത്രി ബസ് കയറി നേരെ വന്നിറങ്ങിയത് ഡൽഹിയിലാണ്. ഡൽഹി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിറങ്ങിയത്. പക്ഷേ എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായില്ല. എൻ്റെ പവർ ബാങ്ക് ഞാൻ തലേ ദിവസം ആ ബസ്സിൽ കുത്തിയിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നും പോയി. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഈ ഒരു എപ്പിസോഡിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വന്നിറങ്ങിയ സമയം തെറ്റിപ്പോയി. ഇവിടെ എന്തോ കണ്ട തുപ്പിക്കര കണ്ട ഇന്നെന്തോ ധർണ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഫുള്ള് റോഡൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും പറയണത്. അപ്പോൾ ഇന്ന് റെഡ് ഫോർട്ട് പോയാൽ അവിടെ അടച്ചിട്ടിരിക്കുന്നതാണ് ഇയാൾ പറഞ്ഞിട്ടൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വിശ്വാസമില്ല, നോക്കട്ടെ വരാൻ ചോദിച്ചു നോക്കട്ടെ. ആയെങ്കാ मोबाइल छीन लेगा कोई पकड़ के। വിചാരിക്കുന്ന പോലെ കേട്ടോ, നല്ല തിരക്കാണ് ഇവിടെ. റെഡ് ഫോർട്ട് നീ കാണുന്നതാണ്. ഇത് 9 തുറക്കുള്ളൂ. ഇപ്പുറമുള്ള ലാൽ കില ബസാറാണ്. മാർക്കറ്റിലാണ് തിരക്കാണ് കാണുന്നത്. ഇതാണ് റെഡ് ഫോർട്ടിന്റെ എൻട്രൻസ്. റെഡ് ഫോർട്ടിന്റെ എൻട്രൻസിൽ നിന്ന് റെഡ് ഫോർട്ടിലേക്ക് കയറുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മച്ചാനെ കിട്ടിയത്. മച്ചാനെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് സുലൈമാൻ അലി ഷെയ്ഖ് ആസാം സെ മേരെ ദോസ്തേ. അങ്ങനെ രണ്ടും കൂടിയാണ് നമ്മുടെ റെഡ് ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യണത്. എൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് പാവം. കാഴ്ച എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല, പവർ ബാങ്ക് ഡെഡ് ആണെങ്കിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടു ഇവിടെ പുല്ല് പിടിച്ചേക്കണ. പണ്ടിവിടെയൊക്കെ വെള്ളം വരുന്നത് ഇതിലേക്ക് മുതലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് പോകാണ്ട് ഒരു എൻട്രൻസ് ഉണ്ടാവുള്ളൂ. എനിമീസിനകത്ത് കയറാൻ പറ്റില്ല. അങ്ങനത്തെ സ്കീമൊക്കെ ഇരുന്നു. ഇതിൻ്റെ അകത്ത് ലഗേജ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് തൊട്ടപ്പുറത്ത് സ്റ്റോർ റൂം ഉണ്ട്. അവിടെ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഇതാണ് ഗൈസ് ഡൽഹിയിലെ ലാൽ കില അഥവാ റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന റെഡ് ഫോർട്ട്. നമ്മളകത്തേക്ക് കയറി എൻട്രി. ടിക്കറ്റ് എടുത്ത മ്യൂസിയം ഉൾപ്പെടെ ടിക്കറ്റിന് 80 രൂപ, അല്ലാതെ മ്യൂസിയം കാണാതെ ടിക്കറ്റിന് 50 രൂപ. അപ്പോൾ നമ്മൾ മ്യൂസിയം ഉൾപ്പെടെ എന്തായാലും വന്നല്ലേ, എല്ലാം കണ്ടുവച്ച് പോകുന്ന രീതിയിൽ മ്യൂസിയം ഉള്ളത് എടുത്തേക്കണത്. ഈ കയറി പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ എക്സിറ്റ്. ഇതിൻ്റെ അകത്ത് കയറി എല്ലാം കണ്ടതിന് ശേഷം ഈ വഴി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെ. കടകൾ സാധനങ്ങൾ വിൽക്കുന്നത്. ഫോണാണെങ്കിൽ ചാർജില്ല. ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്കിടെക്ചറൽ മാർവൽസ് തന്നെയാണ് ഈ ഒരു റെഡ് ഫോർട്ട്. കോളേജൊക്കെ പോലെ തോന്നുന്നു. ഇതാണ് മ്യൂസിയം. ഇതാണ് മ്യൂസിയം. നമുക്ക് ഇതിനകത്തുള്ള എൻട്രി ഉണ്ട്. അപ്പം അതിനകത്തേക്ക് കയറാം. പക്ഷെ ഞങ്ങൾ കയറിപ്പോയ ആദ്യത്തെ ബിൽഡിംഗ് ഒരു സൂനിയർ ഷോപ്പ് ആയിരുന്നു. അതിനപ്പുറത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു മ്യൂസിയം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആർട്ടിഫാക്ട്സോ സൂനിയേഴ്സോ ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാമായിരുന്നു. ശരിക്കും ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ആവശ്യത്തിനായിട്ട് ഓരോ ബിൽഡിങ്ങുകൾ പണിഞ്ഞു വെച്ചേക്കിരുന്നു. അതാണ് ആദ്യത്തെ ഇംപ്രഷനിൽ എനിക്ക് റെഡ് ഫോർട്ടിനെ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊരു സിംഹാസനമാണ് ഗൈസ്. ഇതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ഷെൻഷാ ഇരുന്നിട്ട് ആൾക്കാരെയൊക്കെ ആജ്ഞാപിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രാവുണ്ട്. ഇവിടെ വെള്ളമില്ല, വെള്ളമൊക്കെ തീർന്നിരിക്കുകയാണ്. അതെ, കണ്ടില്ലേ, ഇതേപോലെയുള്ള കുറേ ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ആ ഒരു കാലഘട്ടത്തിൽ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി അവർ പണിതാണ്. മഹലുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതും മാർബിളിലും ചെങ്കല്ല് കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പല നിർമ്മിതികളും കാണാൻ പറ്റും നമുക്ക്. ഇതൊക്കെ എങ്ങനെ പണിതല്ല ടൈമിൽ മാർബിളാണ്. ഫുള്ള് മാർബിളാ. ഇതൊക്കെ അന്ന് പണിഞ്ഞവരാ സമ്മതിക്കാൻ. കൺസ്ട്രക്ഷൻ നോക്കി ഇതേപോലെ കുറേ ഉണ്ട് ഇവിടെ.
ഓരോ മഹളും ഓരോ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ചില താമസിക്കാൻ, ചിലത് എന്റർടൈൻമെന്റിന്, ചിലത് ഡാൻസ് കളിക്കാൻ, അങ്ങനെ. മോട്ടി മസ്ജിദ് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അതേ ഇത് ചെയ്തു റെഡ് ഫോർട്ടിന്റെ ബാക്കിലാണത്. ഇതിന്റെ അകത്താണ് ഈ കാണുന്നത്. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാനൊരു മ്യൂസിയത്തിൽ കയറുമെന്ന് പറഞ്ഞില്ല. ആ മ്യൂസിയമാണ് ഈ ഒരു മ്യൂസിയം. ഇത് അതിനടുത്തുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രവും സ്വാതന്ത്ര്യ സമര കാലഘട്ടവും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മ്യൂസിയത്തിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ തൊപ്പി കളഞ്ഞിട്ടുണ്ട്. ഇതാണ് പുള്ളി വെച്ചിരുന്ന തൊപ്പി. അതേപോലെ നേതാജിയുടെ വാളും കുറേയും കിട്ടിയിട്ടുണ്ട്. INA സോൾജറുടെ ഐക്കാണിട്ടില്ല. ജാപ്പനീസ്കാരാണ്. നെഹ്റു നഗസേര എന്താണ് ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഡയറിയിലുള്ള ഒരു പേജാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ വർഷങ്ങളും അദ്ദേഹം തന്നെ കുറിച്ചിട്ടേക്കുന്ന ഒരു പേജാണിത്. ഇത്രയും ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫോൺ ഡെഡായി. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിൽ കാണും വരെ ബൈ.